ഇപ്പൊ നമ്മൾ ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ മെന്റലബിലിറ്റി ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. പിന്നെ വീണ്ടും ശേഷം വീണ്ടും ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും എന്തായാലും 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോ നമ്മൾക്ക് അതിലേക്ക് കടക്കാം അല്ലേ. ഞാൻ കുറച്ച് മെത്തേഡ്സും അത് ചെയ്യേണ്ട രീതി നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 30 സമയം തരാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തന്നിട്ട്, എന്നിട്ട് നിങ്ങളത് ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങളത് ചെയ്ത് നോക്കൂ, പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. അതിനുശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പ്രൊപ്പോർഷൻ 5-8-15. ഇതിന്റെ 4 പ്രൊപ്പോർഷണൽ ചോദ്യം ചോദിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ അത് ചെയ്യും? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ കുറച്ച് സമയം തരാം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷണൽ പറ്റിയൊരു ബേസിക് നോളജ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 5:8 50:x. ഇവിടെ ഫോർത്ത് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോ 8 × 15 ഡിവൈഡഡ് ബൈ 5 ആണ് എക്സിന്റെ വാല്യൂ. അപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ 24 ആണെന്ന് കിട്ടും. 8 × 3 24 അല്ലേ? അപ്പൊ 24 ആണെന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇത് ചെയ്യാം. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. വേറൊരു ടൈപ്പ് അല്ല, ഇതിലാണ് ചോദിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് 6x equal to 5:35. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ട്രൈ നോക്കോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരിക? 6x 5:35 ആണ്. 6:35 6 by 5 6 × 7 എത്രയാ? 42 അല്ലേ? അപ്പൊ 42 ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോയാലോ നമുക്ക്. അടുത്തൊരു ചോദിക്കാൻ സാധ്യതയുള്ളത് റെസിപ്രോക്കൽ റേഷ്യോ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇൻവേഴ്സ് റേഷ്യോ ഓഫ്. ഒന്നുകിൽ റെസിപ്രോക്കൽ റേഷ്യോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇൻവേഴ്സ് റേഷ്യോ. ഒരു 3 നമ്പേഴ്സ് അല്ലെങ്കിൽ 2-3 നമ്പേഴ്സ് എടുത്ത് അതിന്റെ ഇൻവേഴ്സ് റേഷ്യോ ചോദിക്കും. അപ്പൊ നമ്മൾ ഇത് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ 2:3:4 ആണ്. ഇത് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ തരാം. അതിനുശേഷം നിങ്ങൾ അത് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കില്ലേ, പൊളിച്ച് കണ്ടേ, ആ ഒരു മെത്തേഡാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അതായത് ആദ്യം നമുക്ക് 2ന്റെ ഇൻവേഴ്സ് റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2ന്റെ അല്ലേ കാണേണ്ടത്.
അപ്പൊ ഇവിടെ 2-നെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. 2-നെ ഹൈഡ് ചെയ്ത് വെച്ചാൽ എന്ത് വരും? 3 into 4. 3 into 4, 12. 12 raised to, അടുത്തത് 12 raised to, അടുത്ത് നമ്മൾ 3-നെ ഹൈഡ് ചെയ്ത് വെക്കും. 2 into 4 എത്രയാ? 8. ഇനി അടുത്ത് നമ്മൾ 4-ന്റെ ഇൻവേഴ്സ് റേഷ്യോ ആണ് കണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 4-നെ ഹൈഡ് ചെയ്ത് വെക്കും. 2 into 3, 6. അപ്പോൾ 6 നമുക്ക് ഒന്നും കൂടി ഷോർട്ട് എഴുതാൻ പറ്റും. 6 raised to 4 raised to 3 എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെയാണ് ഇതിന്റെ ഇൻവേഴ്സ് റേഷ്യോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഷ്യോ കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ 3, 4, 5-ന്റെ ഇൻവേഴ്സ് റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ചത് നിങ്ങൾ. വിചാരിക്കുന്നു. എന്തായാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം 3-ന്റെ ഇൻവേഴ്സ് റേഷ്യോ ആണ് കണ്ടത്. അപ്പൊ നമ്മൾ 3-നെ ഹൈഡ് ചെയ്ത് വെക്കും. 3-നെ ഹൈഡ് ചെയ്ത് വെച്ചാൽ 4 into 5, 20 raised to, അടുത്തത് 4-ന്റെ ആണ് കണ്ടത്. അപ്പൊ നമ്മൾ 4-നെ ഹൈഡ് ചെയ്ത് വെക്കും. 3 into 5, 15 raised to, അടുത്ത നമുക്ക് 5-ന്റെ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ 5-നെ ഹൈഡ് ചെയ്ത് വെക്കും. 3 into 4, 12. ഓക്കെ, 20 raised to 15 raised to 12 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ആ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടൈപ്പാണ് മിക്സഡ് റേഷ്യോ അല്ലെങ്കിൽ കോമ്പൗണ്ട് റേഷ്യോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് മിക്സഡ് റേഷ്യോ അല്ലെങ്കിൽ കോമ്പൗണ്ട് റേഷ്യോ കാണാൻ. മിക്സഡ് റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് 2 or 3 അതിലധികമോ റേഷ്യോകളായിരിക്കും നമുക്ക് തരിക. അപ്പോൾ 3 raised to 2, 4 raised to 5 raised to 7. ഇതിന്റെ ഒക്കെ കോമ്പൗണ്ട് റേഷ്യോ അല്ലെങ്കിൽ മിക്സഡ് റേഷ്യോ ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം എല്ലാ ടേംസും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 3 into 4 into 5. 3 into 4 into 5 എത്രയാ? 6. അടുത്തത് 60 ആണ്. അടുത്തത് സെക്കൻഡ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യും. 2 into 3 into 7. അപ്പോൾ സെക്കൻഡ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 7, 42. അപ്പോൾ 60 raised to 42. 60 raised to 42-നെ നമുക്ക് 10 raised to 7 എന്ന് എഴുതിക്കൂടെ? 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 raised to 7 എഴുതാൻ പറ്റും. അപ്പോൾ കോമ്പൗണ്ട് റേഷ്യോ മിക്സഡ് കാണാൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ടേംസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ സെക്കൻഡ് ടേംസ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാം. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഡിഗ്രി ലെവലിൽ ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ LDCക്കും 10+2 ലെവലിനും ഒക്കെ മേബി ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പിലേക്ക് പോകാം. അതൊക്കെ ഒരു ടൈപ്പാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ഇഫ് a raised to b is equal to 3 raised to 2, raised to c is equal to 3 raised to 4, then what will be a raised to c? ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യും? ഒന്ന് ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യുന്ന നമുക്ക് എങ്ങനെ എഴുതുന്നത്? A raised to b, b raised to c യും ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം. raised to 2 അവിടെ 3 raised to 3 raised to 4 ഇവിടെ എഴുതി. Okay, A, B, the ratio is C ratios.
ഞാനൊന്നുകൂടെ പറയാം. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A raised to B, B raised to C ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് പറഞ്ഞത് ഞാൻ. അപ്പോൾ A raised to B എന്ന് പറഞ്ഞാൽ 3 raised to 2, പിന്നെ B raised to C ആകുമ്പോൾ 3 raised to 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്യാം. 3 into 3 അത് എത്രയാ? 9. പിന്നെ 3 into 2 അത് എത്രയാ? 6. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഇനി അടുത്തത് ഇങ്ങനെ 2 into 4 8. 9 raised to 6 raised to 8 ആണ്. ഇത് A raised to B raised to C യുടെ വാല്യൂ ആണ്. 9 raised to 6 raised to 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നമുക്ക് A raised to C കണ്ടൂടെ? എങ്ങനെ കാണും? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 into 3 9 raised to 6 raised to 8 ഇങ്ങനെയല്ലേ വരിക? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു നമ്മള് മൂന്നെണ്ണുള്ളതാണ് കണ്ടത്. എയും ബിയും സിയും ഉള്ളതാണ് കണ്ടത്. ഇനി നമ്മൾ എയും ബിയും സിയും ഡിയും തന്നു കഴിഞ്ഞാൽ A raised to B raised to C raised to D ഇതെങ്ങനെ കാണും? ഇത് നിങ്ങൾ ഞാൻ നേരത്തെ തന്ന മെത്തേഡ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പറ്റുമോ നോക്കി നോക്കും. ഇത് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ മെത്തേഡിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് എങ്ങനെ തന്നിട്ടുണ്ടായിരുന്നത്? A raised to B 2 raised to 3 ആണ്. B raised to C എന്ന് പറഞ്ഞാൽ 5 raised to 4 ആണ്. C raised to D എന്ന് പറഞ്ഞാൽ 3 raised to 7 ആണ്. അങ്ങനെയാണെങ്കിൽ ABCD കാണാനാണ് പറഞ്ഞത്. നമ്മൾ തന്ന വാല്യൂസിന് മുഴുവൻ ഇങ്ങനെ എഴുതുക. ABCD. A raised to B 2 raised to 3 ആയിരുന്നു. അപ്പോൾ A താഴെ 2 എന്ന് എഴുതുക, B താഴെ 3 എന്ന് എഴുതുക. B raised to C എന്ത് ചെയ്യുന്നു? 5 raised to 4 ആയിരുന്നു. അപ്പൊ B യുടെ താഴെ 5 എന്ന് എഴുതുക, C യുടെ താഴെ 4 എന്ന് എഴുതുക. C raised to D എന്തായിരുന്നു? 3 raised to 7 ആയിരുന്നു. C യുടെ താഴെ 3 എന്ന് എഴുതുക, D യുടെ താഴെ 7 എന്ന് എഴുതുക. ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ? അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ നമുക്ക് തന്നിട്ടില്ലാത്ത സ്ഥലങ്ങളില്ലേ, അതായത് സിയുടെ താഴെ ഒന്നും നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ കാലിയായ സ്ഥലങ്ങളിൽ തൊട്ടടുത്തുള്ള നമ്പർ എടുത്തെഴുതാം. അപ്പോൾ 2 raised to 3 സിയുടെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 3യുടെ തൊട്ടപ്പുറത്ത് ഏതായിരുന്നു? 3 കഴിഞ്ഞാൽ സിയുടെ അവിടെ 3 എഴുതുക. ഇങ്ങനെ നോക്കുമ്പോൾ ഡിയുടെ അവിടെ തൊട്ടടുത്ത് ഏതാ? 3 എഴുതുക. ഇനി അതിന് താഴെ 5 raised to 4ന്റെ വരിയിൽ ഞാൻ റെഡായി എഴുതിയതൊക്കെ ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്തതാണെന്ന് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ 5 ആയിരുന്നു. 5ന്റെ ഈ സൈഡിൽ 5 എഴുതുക. 4ന്റെ അപ്പൊ നമ്മളിവിടെ ഒരു 3 എഴുതി, ഒരു 3 എഴുതി. ഇവിടെ 5 ആണ്. 5ന്റെ ഈ സൈഡിൽ അപ്പം നമ്മൾ എന്ത് എഴുതും? 5 എഴുതും. 4ന്റെ അടുത്ത് നമ്മൾ എന്ത് എഴുതേണ്ടത്? 4 എഴുതും. ഇവിടെ 3 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എഴുതേണ്ടത്? 3 ആണ് എഴുതേണ്ടത്. ഇവിടെ 3 ആണ്. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? വീണ്ടും 3 എഴുതി. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എല്ലാം കൂടി മൾട്ടിപ്പിൾ ചെയ്യണം. 2 into 5 into 3 എത്രയാ? 30. 5 × 10 × 3 30. 3 into 5 into 3 3 5 15 into 3 45. 3 into 4 into 3 12 into 3 36. 3 into 4 3 12 into 7 84. ഇങ്ങനെ കിട്ടിയില്ലേ?
ഇതാണ് എ റേസ് ടു ബി റേസ് ടു സി റേസ് ടു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെറുതാക്കാൻ പറ്റുമല്ലോ ഇനിയും. അങ്ങനെ ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക? അങ്ങനെ ഒന്ന് ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏതാണെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 10 raised to 15 raised to 12 raised to 28. 10 raised to 15 raised to 12 raised to 28. ഇതാണ് ആൻസർ. നമ്മളൊന്ന് ചെയ്ത് നോക്കൂട്ടോ. അപ്പൊ ആ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കിയാലോ. വേറൊരു ക്വസ്റ്റ്യൻ. എ റേസ് ടു ബി 2 റേസ് ടു 3 ആണ്. ബി റേസ് ടു സി എന്ന് പറഞ്ഞാൽ 4 റേസ് ടു 3 ആണ്. സി റേസ് ടു ഡി എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി സി ഡി എന്താണെന്ന് കണ്ടുപിടിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? ഞാനൊരു 30 സെക്കൻഡ് സമയം വീണ്ടും നമുക്ക് തരാം. നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. എന്താ 2 റേസ് ടു 3. എ റേസ് ടു ബി 2 റേസ് ടു 3 ആയിരുന്നു, അത് എഴുതി. പിന്നെ ബി റേസ് ടു സി 4 റേസ് ടു 3 ആയിരുന്നു, അത് എഴുതി. സി റേസ് ടു സി ഡി എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 3 ആയിരുന്നു, അത് എഴുതി. ഇനി കാര്യമായ സ്ഥലങ്ങളിൽ ബി നമ്മൾ തൊട്ടടുത്തുള്ള നമ്പർ എടുത്ത് എഴുതണം. അപ്പൊ സി കാര്യമായിരുന്നില്ലേ? അപ്പൊ നമ്മളവിടെ എന്താ എഴുതേണ്ടത്? ബി 3 എന്ന നമ്പർ എഴുതണം. അപ്പൊ ഡി കാര്യം, ഡിയുടെ നമ്മൾ എന്തെഴുതും? വീണ്ടും തൊട്ടടുത്തുള്ള നമ്പർ സിയുടെ നമ്പർ 3 എഴുതണം. ഇവിടെ എ കാലിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? ബിയുടെ നമ്പർ എത്രയാ? 4 എഴുതണം. ഇവിടെ 3 കാലിയാണ്. അപ്പൊ നമ്മൾ അവിടെ 3 എഴുതണം. ഇനി സിക്ക് 2 ആണ്, ബിയും എയും കാലിയാണ്. സിയുടെ തൊട്ടടുത്ത് ഏതാ? 2 അല്ലേ വരിക? അപ്പൊ ഇതിന്റെ ഏതാ വരിക? 2 അല്ലേ വരിക? ഇനി നമ്മൾ ഇതിനൊക്കെ കൂടെ മൾട്ടിപ്പിൾ ചെയ്യണം. 2 into 4 into 2. 2 4 8 16. 3 into 4 into 2. 3 4 12 into 2 24. 3 into 3 into 2. 9 into 2 18. 3 into 3 into 3 3 9 20. ഓക്കെ. അപ്പൊ ആ മെത്തേഡ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ പഠിച്ചു? എ റേസ് ടു ബിയും ബി റേസ് ടു സിയും തന്ന എ റേസ് ടു സി എങ്ങനെ കാണാം നമ്മൾ പഠിച്ചു. എ റേസ് ടു ബിയും ബി റേസ് ടു സിയും സി റേസ് ടു ഡിയും തന്ന എ റേസ് ടു ബി റേസ് ടു സി റേസ് ടു ഡി. ഇനിയിപ്പോ ചിലപ്പോൾ നമ്മളോട് എ റേസ് ടു ബി റേസ് ടു സി റേസ് ടു ഡി ആയിരിക്കില്ലേ ചോദിക്കുക. എ റേസ് ടു ഡി ആണ് ചോദിച്ചു വെച്ചാലും എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ലേ? ഓക്കെ. അപ്പൊ ആ മെത്തേഡും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് കടക്കാം. ടൈപ്പ് 2. The sum of two numbers is 40 and the difference is 4. What is the ratio of the numbers? രണ്ട് സംഖ്യകളുടെ തുക 40ഉം അവ തമ്മിലുള്ള വ്യത്യാസം 4 ആണെങ്കിൽ രണ്ട് സംഖ്യകളും തമ്മിലുള്ള അനുപാതം എന്തായിരിക്കും? അതാണ് ചോദ്യം വരിക. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള തുകയും രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള കാണാൻ അറിയോ നമുക്ക്? ഒന്ന് ചെയ്ത് നോക്കണോ? അതോ ഞാൻ മെത്തേഡിലേക്ക് കടന്നാൽ മതിയോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് 10 സെക്കൻഡ് തരാം. അപ്പൊ നമുക്ക് മെത്തേഡിലേക്ക് കടന്നല്ലോ. Ratio of two numbers is sum and difference are given. അങ്ങനെയാണ് എങ്ങനെ കണ്ടുപിടിക്കാൻ? നമ്പേഴ്സ് എയും ബിയും ആണെന്ന് വിചാരിച്ചു. ഡിഫറൻസ് A raised B equal to sum plus difference minus divided by sum minus difference. Sum plus difference divided by sum minus difference. Sum plus difference ഇവിടെ എത്രയാ? 40ഉം 4ഉം ആയിരുന്നില്ലേ നമ്പേഴ്സ്? 40 ആണ് സം ഉണ്ടായിരുന്നത്, 4 ആയിരുന്നു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. 40 പ്ലസ് 4 44. 40 മൈനസ് 4 36. 44 മൈനസ് 36 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും?
11/9 എന്ന് എഴുതാൻ പറ്റും. 11/9 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ a raised to e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 raised to 9 ആണ്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ മെത്തേഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. The sum of two numbers is 60 and the difference is 4. What is the ratio of the number? രണ്ട് സംഖ്യകളുടെ തുക 60ഉം അവ തമ്മിലുള്ള വ്യത്യാസം 4ഉം ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള അനുപാതം എന്തായിരിക്കും? അതാണ് ചോദ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന മെത്തേഡ് വെച്ച് ഇത് ചെയ്യാൻ പറ്റില്ലേ? ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയാം. ആദ്യം എന്താ പറയുന്നത്? സം പ്ലസ് ഡിഫറൻസ് 60 പ്ലസ് 4. സം മൈനസ് ഡിഫറൻസ് 60 മൈനസ് 4 എത്ര? 64/56. 64/56 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8/7 എഴുതിക്കൂടെ? 8 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8/7 എഴുതാൻ പറ്റും. അപ്പോൾ a raised to b equal to 8 raised to 7. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The sum of two numbers is 77 and the difference is 11. What is the ratio of the numbers? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവോ? ചെയ്ത് നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഞാൻ മെത്തേഡിലേക്ക് കടക്കട്ടെ. എങ്ങനെ ചെയ്യാം? സമ്മ്, രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 77 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 77 മൈനസ് 11. 88/66 അല്ലേ വരിക? 88/66 നമുക്ക് 8/6 എഴുതിക്കൂടെ? 8/6 എഴുതിക്കൂടെ? 8/6 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4/3 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്താ വന്നത്? 4:3 എന്ന് വന്നു. 4:3 എന്ന് വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ മെത്തേഡും കഴിഞ്ഞു. അപ്പോൾ നമ്മളോട് രണ്ട് നമ്പേഴ്സിന്റെ സമ്മും രണ്ട് നമ്പേഴ്സിന്റെ തുകയും രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ്, രണ്ട് നമ്പേഴ്സിന്റെ വ്യത്യാസം തന്നിട്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ കാണാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സം പ്ലസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സം മൈനസ് ഡിഫറൻസ് എന്ന് ചെയ്യും അല്ലേ? അപ്പൊ ഇനി അടുത്ത ഒരു ടൈപ്പ് 3. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 2:2. Two numbers are in the ratio 2:3. If 9 is added to each of them, the resulting ratio becomes 3:4. The greater number is. ഇങ്ങനെയാണ് ചോദിക്കുക. ഇതൊന്ന് ചെയ്തു നോക്കുമോ? ഇത് നമുക്കൊക്കെ കോമൺ ആയി അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ, കോമൺ ആയി ചോദിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കുമല്ലോ. ഞാനൊരു 30 സെക്കൻഡ് നമുക്ക് വീണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് അറിയാം രണ്ട് നമ്പേഴ്സ് റേഷ്യോ 3 ആയിരുന്നു. അത് കൂടെ 9 കൂട്ടിയപ്പോൾ ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ 3:4 ആയി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 2x plus 9 divided by 3x plus 9 എന്തായി? 3/4 ആയി. ഇതിനെ 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത 8x plus 36 is equal to 9x plus 27 എന്ന് വരും. എക്സിന്റെ വാല്യൂ 9 എന്ന് വരും. അപ്പോൾ ലാർജ് നമ്പർ ഇതിൽ ഏതാ? 3x 2x ഇനീഷ്യലി ഉണ്ടായിരുന്ന നമ്പർ. അപ്പൊ അതിൽ ലാർജ് 3x അല്ലേ?
3x പറയുമ്പോൾ 3 into 9 27. 27 ആണ് ആൻസർ. ഓക്കെ, to be distributed among A, B, C, D in the proportion 5 raised to 2 raised to 4 raised to 3. If C gets R's 1000 more than D, what is B's share? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യും? അപ്പൊ ഞാൻ പറയട്ടെ, എല്ലാരും ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാവും വിചാരിക്കുന്നു. ഞാൻ പറയാം. അപ്പൊ എയും ബിയും സിയും ഡിയും അതിന്റെ ഷെയർസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5x 2x 4x 3x അങ്ങനെ എഴുതാൻ പറ്റില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 4xും 3xും, അതായത് സിയുടെയും ഡിയുടെയും ഷെയർ തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ 4x മൈനസ് 3x എത്ര? 1000 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 1000 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് 2ന്റെ ഷെയർ കാണാൻ പറ്റും. എങ്ങനെയാ? 2ന്റെ ഷെയർ 2x ആണെന്ന് തന്നിട്ടുണ്ട്, എക്സിന്റെ വാല്യൂ 1000 ആണെന്നുള്ളത്. അപ്പൊ 2x ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. The salaries of Devi and Arun are in the ratio 2:3. The salary of each series is 4,000. The new ratio becomes 12:50. What is Arun's salary? രവിയുടെയും അരുണിന്റെയും സാലറി തമ്മിലുള്ള റേഷ്യോ 2:3 ആയിരുന്നു. രണ്ടുപേരുടെയും സാലറി 4000 രൂപ കൂടി. അങ്ങനെയാണെങ്കിൽ പുതിയ സാലറി 12:15 ആയി. അങ്ങനെയാണെങ്കിൽ അരുണിന്റെ സാലറി ആണ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഈ മെത്തേഡ് ഞാൻ പറഞ്ഞ മെത്തേഡില്ലേ, എക്സ് ഇട്ടിട്ട് ചെയ്ത് നോക്കി അതൊന്ന് ആൻസർ കണ്ടിട്ട് എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. The students in the class are in the ratio 2:3:5. If 20 students are increased in each class, the ratio changes to 4:5:7. Originally, the total number of students are plus. അതായത് 3 ക്ലാസ്സുകളിലെ കുട്ടികളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അത് 2:3:5 ആയിരുന്നു. ക്ലാസ്സിലേക്ക് ഒരു 20 കുട്ടികൾ കൂടി വിചാരിക്കാം. അപ്പൊ മാറും 4:5:7. അങ്ങനെയാണെങ്കിൽ ഈ നോക്കാൻ പറ്റുമോ? സമയം തന്നെ ചെയ്തു കൊടുക്കും. ചെയ്തു നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ ചെയ്യുന്ന. ഇതെങ്ങനെ ചെയ്യേണ്ടത് മെത്തേഡ് നമുക്കറിയാം. എങ്ങനെ ചെയ്യാം? 2x + 20 ഏതെങ്കിലും 2 ക്ലാസ് എടുക്കുക. 3x + 20. അതായത് ആദ്യം അത് നമ്മൾ 2:3 ആയിരുന്നു റേഷ്യോ. അപ്പോൾ 2x + പിന്നെ 20 കുട്ടികൾ വന്നു, 2x + 20. 3x ഉള്ള ക്ലാസ്സിൽ 20 കുട്ടികൾ വന്നു, നെക്സ്റ്റ് 20 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 10x + 100 അപ്പോൾ minus 10x = 100 - 80 എന്ന് വരും. 2x = 20 എന്ന് വരും. എക്സിന്റെ വാല്യൂ 10 ആണെന്ന് മനസ്സിലാവും. ഒറിജിനലി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയായിരുന്നു? 2:3:5 അല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ 2x + 3x + 5x 20 + 30 + 50 എത്രയാ? 100. 50ഉം 30ഉം 20ഉം കൂടിയ 100 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ഷോർട്ട് കട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്
ഇനീഷ്യലി ഉണ്ടായിരുന്ന കുട്ടികളുടെ റേഷ്യോ 2:3:5 ആണ്. അതെന്തായി 4:5:7 ആയി. 2 4 ആയി. 3 എന്താ ഇവിടെ സംഭവിച്ചത്? 2 4 ആയി. 3 5 ആയി. 5 7 ആയി. എത്ര കൂടിയത്? 2 അല്ലേ കൂടിയത്? 2x അല്ലേ കൂടിയത്? ഈ 2xന്റെ വാല്യൂ എത്രയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 2x = 20 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 10 ആണ്. ആ എക്സിന്റെ വാല്യൂ 2x 3x 5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തൊരു അസൈൻമെന്റ് വന്നാലോ? നിങ്ങൾ ഇങ്ങനത്തെ ക്ലാസ് മാത്രം കണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അത് ഞാൻ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് അസൈൻമെന്റ്സ് തരാം. അത് ചെയ്തിട്ട് എന്തായാലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ. അടുത്ത അസൈൻമെന്റ്. The students of 3 classes are in the ratio 3:4:5. If 50 students are increased in each class, then ratio changes to 6:7:8. The total number of students before the increase was. ഒരു ക്ലാസ് മൂന്ന് ക്ലാസ്സിലെ കുട്ടികളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4:5 ആയിരുന്നു. 15 കുട്ടികൾ ആ ക്ലാസ്സിൽ പുതിയതായി വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സുകളുടെ റേഷ്യോ 6:7:8 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബിഫോർ ദ ഇംഗ്ലീഷ്, ഇനീഷ്യലി ആദ്യം ക്ലാസ്സിലെ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാലിൽ വെള്ളം ചേർക്കൂലേ? കച്ചവടക്കാർ പാലിൽ വെള്ളം ചേർക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഒരു പാലിൽ വെള്ളം ചേർക്കണ ആളിങ്ങനെ ചേർത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം അതിൽ പാലും വെള്ളവും തമ്മിൽ എത്ര റേഷ്യോ ഉണ്ടാവും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ടൈപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നാണ്. കാരണം ഇപ്പോൾ PSC ഒരു പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരെ അവരിലേക്ക് എടുത്തിടുന്നുണ്ട്. അപ്പൊ UPSC ഒരു മെത്തേഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും PSCക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പൊ നിർബന്ധമായിട്ട് ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ചോദ്യം പറയട്ടെ. A milkman has 10 liters of milk in his can. If he draws 5 liters from it and adds 5 liters water into it, again if he draws 3 liters from it and adds 3 liters of water into it, then he draws 2 liters from it and adds 2 liters of water into it. What is the ratio of milk and water now? ഒരു പാല് കച്ചവടക്കാരൻ എന്താ അയാൾ ചെയ്തത്? അയാളുടെ അടുത്ത് 10 ലിറ്റർ പാലായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ ആദ്യം 5 ലിറ്റർ പാല് എടുത്തിട്ട് 5 ലിറ്റർ വെള്ളം ഒഴിച്ചു. വീണ്ടും അയാൾ അതിൻ്റെ ഉള്ളിൽ 3 ലിറ്റർ പാലെടുത്തിട്ട് 3 ലിറ്റർ വെള്ളം ഒഴിച്ചു. വീണ്ടും അയാൾ അതിന് 2 ലിറ്റർ പാലെടുത്തിട്ട്, പാലൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ പാകെ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എടുത്തിട്ട് വീണ്ടും 2 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിനെങ്ങനെ പാല് കുടിക്കുന്നു എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതില് മിൽക്ക് വാട്ടർ റേഷ്യോ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ലോജിക് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ റേഷ്യോ പ്രൊപ്പോർഷന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഇട്ടുള്ളൂ. 30 ഞാൻ തരാം. 30 മിനിറ്റ് അല്ല, 30 സെക്കൻഡ് ഞാൻ തരാം. നിങ്ങളൊന്ന് ശ്രമിച്ചു. ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടിയത്? ഞാൻ എന്തായാലും ഇതിന്റെ മെത്തേഡിലേക്ക് പോവാൻ പോവാണ്. ഇതിനൊരു സിമ്പിൾ ഷോർട്ട് കട്ട് ഉണ്ട്. ഇത് ചെയ്ത് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം സമയം എടുക്കും. അതുകൊണ്ട് ഇതിന് ചെറിയ മെത്തേഡ് ഞാൻ പറഞ്ഞു തരട്ടെ. ഇക്വേഷൻ എല്ലാവരും ശ്രദ്ധിച്ചോ. a plus w is equal to x minus mod x by x into x minus mod y by x into x minus mod z into x. m എന്താ? m എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മിൽക്ക് ആണ്. m plus w എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് വാട്ടർ ആണ്. ഓക്കെ. x എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഈ നമ്മൾ എടുത്ത സാധനത്തിന്റെ അളവ്. ചിലപ്പോൾ
എപ്പോഴും ഈ മിൽക്കും വാട്ടും തന്നെ ചോദിക്കുന്നില്ല കേട്ടോ. ഈ മിൽക്കും വാട്ടും എന്ന് കേട്ടാൽ മാത്രം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂന്നില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ലിക്വിഡിന്റെ കൂടെ വേറെ ലിക്വിഡ് ആഡ് ചെയ്തിരുന്നോ അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പൊ ആദ്യത്തെ ലിക്വിഡിന്റെ അതിന്റെ ഒറിജിനൽ ഫോം ആണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നിന്ന് പിന്നെ നമ്മൾ ആഡ് ചെയ്തു, എടുത്തു, ഒഴിച്ചു, എടുത്തു, ഒഴിച്ചു എന്ന് പറയുന്നില്ലേ, ആ ഓരോ ലിറ്ററിനെയാണ് എക്സും വൈയും സെറ്റും ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് ചെയ്യുക, നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ചെയ്യാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ ഇക്വേഷനിന്റെ ക്വസ്റ്റ്യൻ്റെ ഇനീഷ്യലി ആളുടെ കയ്യിൽ 10 ലിറ്റർ പാലുണ്ടായിരുന്നു. ആദ്യം അയാൾ 5 ലിറ്റർ പാലെടുത്തു, 5 ലിറ്റർ വെള്ളം ഒഴിച്ചു, 3 ലിറ്റർ പാലെടുത്തു, 3 ലിറ്റർ വെള്ളം ഒഴിച്ചു, 2 ലിറ്റർ പാലെടുത്തു, 2 ലിറ്റർ വെള്ളം ഒഴിച്ചു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 ആയിരുന്നു ആദ്യം അല്ലേ? അപ്പൊ M/M+W എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 മൈനസ് 5 ലിറ്റർ പാലെടുത്തു, 5 ലിറ്റർ വെള്ളം ഒഴിച്ചു, പിന്നെ 3 ലിറ്റർ പാലെടുത്തു, 3 ലിറ്റർ വെള്ളം ഒഴിച്ചു, പിന്നെ 2 ലിറ്റർ പാലെടുത്തു, 2 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇനി ഇതിന് നമ്മൾ 10 മൈനസ് 5 5/10 ഇൻറ്റു 7/10 ഇൻറ്റു 8/10 ഈ 2 നമുക്ക് വെട്ടിക്കളഞ്ഞൂടെ? ഈ 2 മുകളിൽ വരും 4 വരും, ഇനി 5 വരും, ഇവിടെ 5 വരും. ഇപ്പൊ എന്താണുള്ളത്? 7/25 എന്ന് കിട്ടും. അപ്പൊ M/M+W എത്രയാ? 7/25 ആണ്. മിൽക്ക് എന്ന് പറഞ്ഞാല് 7 ആണ്. പാർട്സ് കാണണമെങ്കിൽ 25 7 കുറയ്ക്കുക. എത്രയാ? 18. അപ്പൊ 18. M+W ആണ് 25. അപ്പൊ 25-ന് 7 കുറച്ച വാട്ടറിന്റെ അളവ് കിട്ടില്ലേ? അപ്പൊ 25 മൈനസ് 7 18. അപ്പൊ M/W എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7/18. ഓക്കെ, ഈ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു അസൈൻമെന്റ് ആണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്താൽ മതി. A bottle contains 20 liters of liquid A. 4 liters of liquid A is taken out of it and replaced by the same quantity of liquid B. Again, 4 liters mixed out and replaced by the same quantity of liquid B. What is the ratio of quantity of liquid A to that of liquid B in the final mixture? ഇത് UPSC 2020 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ നിർബന്ധമായും ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഷുവറായിട്ടും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മെത്തേഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഓടിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പറഞ്ഞത്. ഫോർത്ത് പ്രൊപ്പോർഷനിൽ എങ്ങനെ കാണാന്നുള്ളത്. 5:18 = 15:x ഇടുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അടുത്ത നിന്ന് റെസിപ്രോക്കൽ റേഷ്യോ അല്ലെങ്കിൽ ഇൻവേഴ്സ് റേഷ്യോ എങ്ങനെ കാണുന്നുള്ളത്. 2:3:4 ആണെങ്കിൽ മെത്തേഡ് എന്താണ്? ഹൈഡ് ആൻഡ് ഏതെങ്കിലും ഒന്നിനെ ഒളിപ്പിച്ചേക്ക്, ഏതിന്റെയാണ് കാണേണ്ടത് അതിനെ ഒളിപ്പിച്ചേക്കുക, അടുത്ത 2 നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക, ആൻസർ ആണ്. ഇനി കോമ്പൗണ്ട് റേഷ്യോ അല്ലെങ്കിൽ മിക്സഡ് റേഷ്യോ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്കെ കൂടി മൾട്ടിപ്പിൾ ചെയ്യുക, സെക്കൻഡ്സ് ഒക്കെ കൂടി മൾട്ടിപ്പിൾ ചെയ്യുക. ഇനി ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ A/Bയും Cയും തന്നിട്ടുണ്ട്. A/C എങ്ങനെ കാണുന്ന? എയും ബിയും സിയും എഴുതുക. ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു, ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ കണ്ട പിന്നെ A/Bയും B/Cയും C/Dയും തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കാലിയായ സ്ഥലത്ത് തൊട്ടടുത്തുള്ള കാലിയായ സ്ഥലങ്ങളിൽ തൊട്ടടുത്ത നമ്പേഴ്സ്
എഴുതുക, എല്ലാം കൂടെ ഗുണിക്കുക, ഇനി രണ്ട് നമ്പേഴ്സ് സമ്മും രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ സം പ്ലസ് ബൈ സം മൈനസ് ഡിഫറൻസ് അത് എല്ലാവരും അടുത്തുനിന്ന് രണ്ട് വീണ്ടും സ്ക്രീൻ ഒന്ന് പോയി, സോറി. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 2:3 ആണ്. 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 3:4 ആയി പോകും. അങ്ങനെയാണെങ്കിൽ വലിയ നമ്പറിന്റെ ഇത് കാണാനാണ്. അതെങ്ങനെ ചെയ്യാന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഷെയർ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു പിടിക്കും. അതെന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. നെക്സ്റ്റ് 20 സ്റ്റുഡൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ റേഷ്യോ തമ്മിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. 2 4 ആയി, 5 ആയി, 5 7 ആയി. അപ്പോൾ ഡിഫറൻസ് 2 ആണെന്ന്. അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ബന്ധം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എക്സിറ്റ് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ അത് എന്തായാലും ചെക്ക് ചെയ്യണം. ഓക്കെ, അസൈൻമെന്റ് ഉണ്ട്, നിർബന്ധമായും കമന്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ്, പാലിൽ വെള്ളം ചേർത്ത് ഇത് കമന്റ് ചെയ്യണം. ഇനി ഈ ഒരു ഗ്രൂപ്പിലിടാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അസൈൻമെന്റ്സ് ഒക്കെ എല്ലാവരും ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടോപ്പിക് ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.